ആദിശേഷ, ഞാനാണ് നിന്റെ ആദിശേഷൻ. ആദിശേഷ, ഇപ്പോഴാണോ എന്നെ ഓർമ്മ വന്നത്? 23 വർഷങ്ങളായിട്ട് നിന്നെ മാത്രം ഓർത്ത് കഴിയുകയായിരുന്നു ഞാൻ. ഒരു ദിവസം പോലും എന്റെ ഓർമ്മ നിന്നെ അലട്ടിയില്ലായിരുന്നോ? ഓരോ നിമിഷവും അലട്ടിക്കൊണ്ടിരുന്നതുകൊണ്ടാ നിന്റെ കൂടെ ഞാൻ സപ്തതി ചവിട്ടിയത്. ആദിശേഷ, നീ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, വേദനിപ്പിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം പോലും നീയാണ് എന്റെ ആദിശേഷൻ എന്നതിനുള്ള തെളിവ് പോലും എനിക്ക് കിട്ടിയില്ല. ഒരുപാട് തവണ നിന്നെ എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാൽ അവസാന ശ്രമം എന്ന നിലയിൽ ഈ നാഗപഞ്ചമി ദിവസം മഹാദേവന്റെ സഹായം തേടി. ആദിശേഷ, ഇത്രയും ദിവസം നീ എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടും നീയാണ് എന്റെ ആദിശേഷൻ എന്ന് എനിക്ക് എന്തേ മനസ്സിലായില്ല? എല്ലാം ഒരു മായ മാത്രം, സാക്ഷാൽ പരമേശ്വരന്റെ ലീല. ഒരുപക്ഷെ അവൻ നമ്മുടെ സ്നേഹത്തെ പരീക്ഷിച്ചതായിരിക്കും. നമ്മൾ നമ്മുടെ സ്നേഹത്തിൽ എത്ര ആത്മാർത്ഥതയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷിച്ചതായിരിക്കാം. എന്റെ ഈ പ്രണയത്തിന് ആത്മാർത്ഥതയില്ലേ ആദിശേഷ? എത്ര തന്നെ കഷ്ടങ്ങൾ സഹിച്ചാലും 23 സംവത്സരങ്ങളായി എനിക്ക് വേണ്ടി പോരാടി കാത്തിരിക്കുകയായിരുന്നില്ലേ? നിന്റെ ആത്മാർത്ഥതയെ എനിക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുമോ? നിന്റെ പുനർജന്മം മറ്റൊരാളാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അതെല്ലാം തന്നെ മായയാണ്. നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി. എന്നാൽ അവസാനം നമ്മുടെ സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നീ എന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതിശേഷ, നീ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്തു പറ്റി ശിവാനി? 7 ജന്മത്തിലും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഞാനന്ന് വാക്ക് തന്നതല്ലേ, അത് മറന്നുപോയോ? ഇല്ല അതിശേഷ, ആ വാക്കാണ് ഇത്രയും വർഷങ്ങൾ എന്നെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് തന്നെ. പ്രണയത്തിന് മരണമില്ല എന്ന് നിന്റെ മരണശേഷവും ഈ ലോകത്തിന് കാട്ടിക്കൊടുത്തവനാണ് നീ. നമ്മുടെ പ്രണയത്തിന്റെ തുടക്കവും നീയാണ്, അവസാനവും നീയാണ് ആദിശേഷ. നമ്മുടെ പ്രേമം ഒന്നാവാൻ മഹാദേവനാണ് കാരണം. ഇപ്പോൾ മഹാദേവനോട് നന്ദി രേഖപ്പെടുത്തേണ്ട സമയമാണ്. വാ ശിവാനി. മുതലാളി, സൂര്യാസ്തമനാകാറായി. നമ്മൾ പോകുന്നത് വെറുതെ ആവൂ. നന്ദീശ, ആ ഇച്ഛാധാരി നാഗങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇന്ന് തന്നെ ഇല്ലാതാക്കണം. വേഗം പോ, വേഗം പോകാൻ. മഹാദേവ, നാഗലോകത്തുള്ളവർക്ക് ഇത് ശ്രേഷ്ഠമായ ദിവസമാണ്, നാഗര പഞ്ചമി. ഇന്ന് നിന്റെ സന്നിധിയിൽ നിന്ന് നിന്നെ സാക്ഷിയാക്കി ഞങ്ങൾ ഇരുവരും ഒന്നാവുകയാണ്. ഞങ്ങളെ ആശീർവദിച്ചാലും.
മുതലാളി, വഴി ഇവിടെ ഏതാണ്ട് അവസാനിച്ചു. അതിനിപ്പോ എന്താ? നടന്നു പോകണമെങ്കിൽ നടക്കണം. എല്ലാവരും അവരവരുടെ ആയുധങ്ങൾ കയ്യിലെടുക്കുക. ശിവാനി, നമ്മുടെ കൂടിച്ചേരലിന് മഹാദേവന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. നിനക്ക് സമ്മതമാണോ? എന്റെ സമ്മതം ചോദിക്കേണ്ടതുണ്ടോ? ഈ ഒരു നിമിഷത്തിനായി 23 വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുകയാണ്. കൈലാസ്വേശ്വരനാണേ, ഈ നാഗലോകമാണേ. 7 ജന്മത്തിലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നീയാണ് സത്യം. എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ആദിശേഷ, ഈ നിമിഷം മുതൽ നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ദുഷ്ടശക്തികളാൽ അകന്നു മാറിയ നമ്മുടെ സ്നേഹം ഈ നിമിഷം ഇതാ പുനർജനിക്കുകയാണ്. പുനർജനിച്ച സ്നേഹം വീണ്ടും ആരും വേർപെടുത്തരുത്. ശിവാനി, നമ്മുടെ രണ്ടുപേരുടെയും ആജീവനാന്ത സ്നേഹം ഇന്ന് ഈ ലോകത്തോട് തുറന്നു പറയാം. മറയത്തൊളി കണ്ണാൽ നോക്കി നിൽക്കാം നിന്നെ പെണ്ണെ, ഇരവും പകലും ഞാൻ കാത്തിരിക്കാം നിന്നെ പെണ്ണെ. ഈറന്നിലാവേ മഞ്ഞു പോലെ ഞാനെന്നതെല്ലാം നീയാകുമെങ്കിൽ മറയത്തുളി കണ്ണാ നോക്കി നിൽക്കാം നിന്നെ പെണ്ണേ. ചേർത്തു വെക്കാം ഞാൻ ചേർത്തു വെക്കാം പെണ്ണേ പെണ്ണേ, ചേർത്തു വെക്കാം ഞാൻ ചേർത്തു വെക്കാം. നീ എന്റെ ജീവന്റെ സ്പന്ദനല്ലേ, ഓരോരോ നാളും പോകുന്നു നീളെ വൈകുന്നതെന്തേ മാലാഖയാളെ. നീ എന്റെ എങ്കിൽ എന്നുള്ളിലാകെ ആനന്ദമേഘം തോരാതെ പെയ്യും മറയത്തൊളി കണ്ണാൽ
കൂടൊരുക്കാം നീ എന്നും കൂടുമെന്നൊരാക്കുയിലേ മാനത്തെ മായ തൂമിന്നൽ പോലെ. മുതലാളി, ആ കാണുന്ന ഒരു ദേവസ്ഥാനമല്ലേ? ദിഗ്വിജയ്, ആ ദേവാലയം ഇത് തന്നെയായിരിക്കും. ഏയ്, എല്ലാവരുടെയും കയ്യിൽ അവനവന്റെ ആയുധങ്ങളില്ലേ? ഇത് കണ്ടില്ലേ? ആ ഇച്ഛാധാരി നാഗറാണിയെ പെട്ടെന്ന് കൊന്നുകളയല്ലേടാ. ഫസ്റ്റ് അവളുടെ മുഖം എനിക്ക് കണ്ണിറയൊന്ന് കാണണം, എന്നിട്ട് കൊന്നാ മതി. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കണ്ട. എനിക്കെന്ത് വല്ലാതെ ഭയമാവുന്നു. ആ ഇച്ഛാധാരി നാഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തെങ്കിലും സംഭവിച്ചാ? നന്ദീശ, ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ എല്ലാത്തിനും റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തവണ പറ്റിയ തെറ്റ് വീണ്ടും ആവർത്തിക്കില്ല. രണ്ടുപേരെയും ഇല്ലാതാക്കും ഞാൻ. വാ, നിങ്ങൾ എന്റെ കൂടെ. ദിഗ്വിജയ, അവരെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എന്തോ ഒരു തടസ്സമുള്ളതുപോലെ. അവരുടെ രക്ഷയ്ക്കായിട്ട് ഇവിടെ ഏതോ രക്ഷാകവചം അവർ സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ. എനിക്കിതൊക്കെ നേരത്തെ അറിയാമെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. ദിഗ്വിജയ, ആ ആദിശേഷനെ കൊന്നുകളഞ്ഞിക്ക്. നാഗറാണിയെ എനിക്ക് വേണം. എത്രയോ വർഷമായിട്ട് അവിടെ രൂപലാവണ്യം ഒന്ന് കാണണമെന്ന് കരുതി കാത്തിരിക്കുകയാ. വിശ്വനാഥ, ആ നാഗത്തിന്റെ അടുത്തേക്ക് കുട്ടിക്കളിയും കൊണ്ട് പോകാൻ നിൽക്കേണ്ട നീ. ചത്ത തൊലയും. എന്നാലും ക്ലാരിറ്റി ഇല്ലാതെ തന്നെ അത്രയും സുന്ദരിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കാണാൻ എന്തു സുന്ദരിയായിരിക്കും. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ വലിയ തെറ്റായി പോയല്ലോടാ. സ്ത്രീലമ്പടനാണോ നീ? ദിഗ്വിജയ്, ഇനി താമസിപ്പിക്കണ്ട. വന്ന കാര്യം ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാം. എന്ത് പറ്റിയടാ? ഏതോ ദിവ്യശക്തി അവരുടെ രക്ഷയ്ക്കായിട്ട് ഇവിടെ ഉണ്ട്. അതെന്നെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുതലാളി, ആ നാഗങ്ങളെ കണ്ടിട്ട് എന്തിനും തയ്യാറായതുപോലെ ഉണ്ട്. അവരോട് എതിരിടുന്നത് അത്ര പന്തിയല്ല. തിരികെ പോരെ. നീ എന്താടാ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നത്? ആ നാഗറാണിയെ കണ്ടാൽ തിരിച്ചു പോകാൻ മനസ്സ് തോന്നൂടാ. മിണ്ടാതെ പോടാ. ഏത് രക്ഷാകവചം അവരെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഞാൻ അവരെ ഇന്ന് ജീവനോടെ വെച്ചേക്കില്ല. ദിഗ്വിജയ്, ഒരു ഉണ്ടയിൽ അവർ തീരണം. മടിക്കണ്ട, ഷൂട്ട് ചെയ്ത് ദിഗ്വിജയ്. അയ്യോ, എടാ, നീ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് ഇവിടെ തന്നെ കിടപ്പുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യൂടാ? ദിഗ്വിജയ, ഇത് നമ്മളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. വാ പോവാം. അതേടാ, ഇങ്ങോട്ട് വന്നോണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. വാ, നമുക്ക് തിരിച്ചു പോവാം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്റെ വാക്കൊന്ന് കേട്ടിരുന്നെങ്കിൽ ഇവിടെ വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ദിഗ്വിജയ്, നീ എന്തെങ്കിലും പറ. ഇനി എന്താ ചെയ്യാ? ഇച്ഛാധാരി നാഗങ്ങളെ സംഹരിക്കുമ്പോൾ വിപത്തുകൾ ഉണ്ടായേക്കാം. ഇത് വാങ്ങൂ. ഇതിന്റെ ശക്തി നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കും. ഇച്ഛാധാരി നാഗങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നന്ദീശ, കാറിൽ ബാബ നമുക്ക് തന്ന അസ്ത്രമിരിപ്പുണ്ട്. അത് പോയി എടുത്തോണ്ട് വാ. ഇവിടെ വെച്ച് തന്നെ ഇവരെ തീർക്കാതെ ഞാൻ തിരിച്ചു പോവില്ല. അപ്പൊ മുതലാളി, പോയി എടുത്തോണ്ട് വാ നന്ദീശ. ആദിശേഷ,
കഴിഞ്ഞ തവണ നിന്നെ കൊന്ന രക്തക്കറ ഇതുവരെ മാഞ്ഞിട്ടില്ല. എന്നിട്ട് നീ പുനർജന്മമെടുത്ത് വന്നിരിക്കുകയാണല്ലേ? എന്തൊരു ദിവ്യമായ പ്രണയം! അവനെ തിരഞ്ഞ് അവള് വന്നിരിക്കുന്നു. രണ്ടുപേർക്കും നാഗമാണിക്യം തിരിച്ചു പിടിക്കാനുള്ള ആഗ്രഹമാണല്ലേ? തരാം ഞാൻ നിങ്ങൾക്ക്. ഇന്നത്തോടെ നിങ്ങളുടെ പ്രേമത്തിനും ആഗ്രഹങ്ങൾക്കും അവസാനം കൽപ്പിക്കും ഞാൻ. ഇതേ ശിവലിംഗത്തിന്റെ മുമ്പിൽ സമാധിയിരുത്തും ഞാൻ. മുതലാളി, ആ നാഗരാണിയെ കെട്ടിപ്പോയി. ഇതെന്താ സംഭവിച്ചേ? ഇവരിതെവിടെ പോയി? വീണ്ടും ഓടി വിളിച്ചോ? എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഭൈരവ് ബാബു പറഞ്ഞ പോലെ അവർ കൂടിച്ചേർന്ന് കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രത്യേക ശക്തി ലഭിച്ച് അവര് രണ്ടുപേരും രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. മുതലാളി, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ ഇച്ഛാധാരി നാഗങ്ങൾ എവിടെ പോയി? രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാ ഇനി നമുക്ക് അവരെ കിട്ടത്തേയില്ലേ? അറിയില്ല. നമുക്ക് കിട്ടിയ അവസരം പാഴായി പോയില്ലേ? അത് മാത്രമാണ് സത്യം. എങ്കിൽ നാഗങ്ങൾ ഒത്തുചേർന്ന് കഴിഞ്ഞു. നമ്മുടെ ആയുസ് എണ്ണപ്പെട്ടിരിക്കുന്നു. എടാ, ഇന്നു മുതൽ നമ്മുടെ അവസാന ദിനങ്ങൾ എണ്ണിത്തുടങ്ങിയെന്നാണോ?